നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സ്ട്രിങ്സിനെ കുറിച്ചാണ്. സ്ട്രിങ്സും അതുമായി ബന്ധപ്പെട്ട ചില ഫങ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സോ നമുക്കറിയാം നമ്മളൊരു ക്യാരക്ടർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് ചാർ. സോ ഞാനിവിടെ വേരിയബിളിൻ്റെ നെയിം എ എന്ന് കൊടുക്കുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ ക്യാരക്ടർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. സോ ക്യാരക്ടർ വേരിയബിളിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് ഒരു ക്യാരക്ടർ മാത്രമേ ഇതിൽ സ്റ്റോർ ചെയ്യാൻ കഴിയുള്ളൂ. ഉദാഹരണമായി ഞാനിപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്യുന്നു. എനിക്കിവിടെ എ ബി എന്ന് സ്റ്റോർ ചെയ്യാൻ കഴിയുകയില്ല. കാരണം ക്യാരക്ടർ ഡാറ്റ ടൈപ്പിൽ നമുക്ക് ഒരു ക്യാരക്ടറിനെ മാത്രമേ സ്റ്റോർ ചെയ്യാൻ കഴിയുള്ളൂ. സോ നമ്മൾ ഒന്നിൽ കൂടുതൽ ക്യാരക്ടർ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഞാനിവിടെ ചാർ ബി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. സോ നമ്മൾ ഇതുപോലെയുള്ള ഒരു ബ്രാക്കറ്റ് കൊടുക്കേണ്ടതുണ്ട്. സോ ഈ ഒരു ബ്രാക്കറ്റ് നമ്മൾ ഇതിനു മുമ്പ് അറേ എന്ന് പറയുന്നൊരു പാർട്ട് പഠിച്ചിരുന്നു. സോ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ വേരിയബിൾ നമുക്ക് സ്ട്രിങ് ആയി മാറുന്നതാണ്. സ്ട്രിങ് ആയി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വേരിയബിൾ ഒരുപാട് ക്യാരക്ടറുകൾ ഉദാഹരണമായി നമ്മളിവിടെ ഹലോ എന്നതിൽ അസൈൻ ചെയ്തു. ഇത്തരം ഒരുപാട് ക്യാരക്ടറുകളും നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയുന്നതാണ്. സോ ഇത് ഓരോന്നും ഓരോ ക്യാരക്ടറുകളാണ്. സോ എച്ച് ഇ എൽ എൽ ഒ ഇവ ഓരോന്നും വ്യത്യസ്ത ക്യാരക്ടറുകളാണ്. സോ ആക്ച്വലി സ്ട്രിങ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ക്യാരക്ടറുകളുടെ ഒരു അറേ ഫോമാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. നമ്മൾ അറേ ഇതിനു മുമ്പ് പഠിച്ചിരുന്നു. സോ നമ്മൾ അവിടെ ഈ ബ്രാക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് അറേ ഡിഫൈൻ ചെയ്യുന്നതിനാണ്, എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് അറേയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിനാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. സോ നമ്മൾ ഈ ബ്ലാങ്കായി ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും എൻ്റർ ചെയ്യാം. സോ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 10 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 10 എലമെൻറ്റ്സ് മാത്രമേ ഇതിൽ സ്റ്റോർ ചെയ്യാൻ കഴിയുള്ളൂ. സോ ബേസിക്കലി സ്ട്രിങ് എന്ന് പറയുന്നത് അറേ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ക്യാരക്ടേഴ്സിൻ്റെ ഒരു അറേ ഫോമാണ് സ്ട്രിങ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് പുട്സ് ആൻഡ് ഗെറ്റ്സ് എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷനാണ്. സോ സാധാരണ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മളൊരു പേര് എൻ്റർ ചെയ്ത് അത് സ്കാൻ ഓഫ് ഉപയോഗിച്ച് റീഡ് ചെയ്ത് അതിനുശേഷം നമ്മളത് വീണ്ടും പ്രിൻ്റ് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ അത് നമ്മളോട് പേര് ചോദിക്കും. ഞാനോട് പേര് ജോൺ എന്ന് എൻ്റർ ചെയ്തു. സോ നമുക്കത് ജോൺ എന്ന് ഇവിടെ രണ്ടാമത് പ്രിൻ്റ് ചെയ്തു. സോ ഈ പ്രിൻ്റ് ഓഫ് സ്കാൻ ഓഫ് നമുക്ക് പുട്സ് ആൻഡ് ഗെറ്റ്സ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ പ്രിൻ്റ് ഓഫ് എന്നുള്ള ഭാഗത്ത് ഞാൻ പുട്സ് എന്ന് എൻ്റർ ചെയ്യുന്നു. പുട്സ് എന്ന് പറയുന്നത് പ്രിൻ്റ് ഓഫിന് പകരമായി ഉപയോഗിക്കാവുന്നതാണ് സ്ട്രിങ്സ് പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി. അതുപോലെ സ്കാൻ ഓഫിന് പകരം നമ്മൾ ഗെറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. ശേഷം നമുക്ക് ഈ പ്ലേസ് ഹോൾഡർ എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് വേരിയബിൾ നെയിം മാത്രം അതിൻ്റെ ബ്രാക്കറ്റിനുള്ളിൽ കൊടുത്താൽ മതി. ശേഷം നമ്മൾ വീണ്ടും അത് കിട്ടിയ ആൻസർ പ്രിൻ്റ് ചെയ്യുന്നതിന് പുട്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വീണ്ടും ഉപയോഗിക്കുന്നു. ശേഷം നമ്മൾ ഇതുപോലെ പ്ലേസ് ഹോൾഡർ എല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. വൺലി വേരിയബിൾ നെയിം മാത്രം കൊടുക്കുന്നു. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം പുട്സ് എൻ്റർ യുവർ നെയിം, പേര് എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നു. ഗെറ്റ്സ് നെയിം, ആ പേര് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ശേഷം വീണ്ടും പുട്സ് നെയിം, നമ്മൾ എൻ്റർ ചെയ്ത പേര് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നു. സോ നമുക്ക് പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മളോട് പേര് എൻ്റർ ചെയ്യാൻ പറയും. സോ ഞാനിവിടെ ജോൺ എന്ന് എൻ്റർ ചെയ്യുന്നു. ശേഷം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതേ നമ്മൾ എൻ്റർ ചെയ്ത ജോൺ നമുക്കിവിടെ ആൻസറായി പ്രിൻ്റായി ലഭിക്കുന്നു. ഇത്തരത്തിൽ നമുക്ക് സ്ട്രിങ് റീഡ് ആൻഡ് റൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പുട്സ് ഗെറ്റ്സ് എന്ന് പറയുന്ന ഈ ഫങ്ഷൻസ് ഉപയോഗിക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് strlen എന്ന് പറയുന്ന ഒരു ഫങ്ഷനാണ്. സോ ഈ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. അതിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ആദ്യമായി ഒരു സ്ട്രിങ് ഡിക്ലെയർ ചെയ്യാം. str1 നമ്മൾ വേരിയബിൾ നെയിം, നമ്മൾ ഇതിൽ ക്യാരക്ടർ ലെങ്ത്ത് 10 കൊടുത്തു. അതിൽ നമ്മൾ ഹലോ എന്ന് പറയുന്ന ഈ മെസ്സേജ് സ്റ്റോർ ചെയ്തു. സോ ഇപ്പോൾ str1 എന്ന് പറയുന്നത് ഈ ഹലോ എന്ന് പറയുന്ന മെസ്സേജാണ്. ഇതിൽ ആക്ച്വലി 1 2 3 4 5 ക്യാരക്ടേഴ്സാണുള്ളത്. സോ ഇതിൻ്റെ strlen ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. സോ ആദ്യമായി നമുക്ക് ഒരു ലെങ്ത്ത് കണ്ടുപിടിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു നമ്പറാണ് നമുക്ക് റിസൾട്ടായി വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു ഇൻറ്റിജർ വേരിയബിൾ ലെങ്ത്ത് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഈസ് ഈക്വൽ ടു നമ്മളത് str1. സോ ഇങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ എഴുതേണ്ടത്. strlen എന്ന് എഴുതിയതിന് ശേഷം അതിൻ്റെ ബ്രാക്കറ്റിൽ പാരന്തസിസിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ റൗണ്ട് ബ്രാക്കറ്റ് അതിനുള്ളിൽ നമ്മൾ str1 എന്ന് പറയുന്ന ഈ സ്ട്രിങ് വേരിയബിളിൻ്റെ പേര് കൊടുക്കുന്നു. ഇപ്പോൾ ലെങ്ത്ത് എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മുടെ ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് എത്രയാണോ ആ നമ്പർ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് ഓഫ്
length of str1 is percentage d placeholder ശേഷം ലെങ്ത്. സോ നമുക്കിനി ഇത് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്തപ്പോൾ നമുക്കിവിടെ ലെങ്ത് ഓഫ് str1 ഈസ് 5 എന്ന് കിട്ടി. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 ആണ്. നമ്മുടെ പ്രോഗ്രാം റണ്ണായെങ്കിലും പക്ഷെ നമ്മളിവിടെ ഈ ബിൽഡ് മെസ്സേജിൽ അല്ലെങ്കിൽ ബിൽഡ് ലോഗിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 2 വാണിംഗ് കാണാൻ കഴിയും. സോ 2 വാണിംഗ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇംപ്ലിസിറ്റ് ഡിക്ലറേഷൻ ഓഫ് ഫംഗ്ഷൻ strlen എന്നുള്ളത്. സോ ഈ strlenനുമായി ബന്ധപ്പെട്ട ഒരു വാണിംഗ് മെസ്സേജാണ് അവിടെ വന്നത്. ഇത് വരാൻ കാരണം ഇനി നമ്മൾ പറയാൻ പോകുന്ന സ്ട്രിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ ഫംഗ്ഷൻസും അടങ്ങിയിട്ടുള്ള ഹെഡർ ഫയൽ എന്ന് പറയുന്നത് string.h എന്ന് പറയുന്ന ഹെഡർ ഫയലാണ്. സോ അത്തരം വാണിംഗ് വരാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ ഒരു എറർ വരാതിരിക്കാൻ നമ്മൾ ആ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. സോ ഈ strlen ഫംഗ്ഷൻ അടങ്ങിയ ഹെഡർ ഫയലാണ്. സോ അതിൻ്റെ പേര് string.h എന്നാണ്. സോ അത് നമ്മളിവിടെ ആഡ് ചെയ്ത ശേഷം നമ്മളൊന്ന് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 0 വാണിംഗ്, 0 എറേഴ്സ് എന്നെല്ലാം കാണാൻ കഴിയും. സോ നമ്മൾ ഇനി ഉപയോഗിക്കാൻ പോകുന്ന സ്ട്രിംഗ് ഫംഗ്ഷൻ എല്ലാം അടങ്ങിയ ഹെഡർ ഫയൽ string.h ആണ്. സോ നമ്മളിതിവിടെ ആഡ് ചെയ്തു. സോ നമുക്കിനി റൺ ചെയ്ത് നോക്കാം പ്രോഗ്രാം. സോ നമ്മുടെ റിസൾട്ട് ലെങ്ത് ഓഫ് str1 ഈസ് 5 എന്ന് ലഭിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് strlwr അഥവാ strlower എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ്. സോ നമ്മൾ അപ്പർ കേസിൽ എഴുതിയ ലെറ്റേഴ്സിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയ സ്ട്രിങ്സിനെ നമുക്ക് സ്മോൾ ലെറ്റേഴ്സിലോട്ട് മാറ്റുന്നതിനുള്ള ഒരു ഫംഗ്ഷനാണ്. സോ നമ്മളിവിടെ ഒരു str1 എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഹലോ എന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സോ നമുക്കിനി ഇത് പ്രിൻ്റ് ചെയ്ത് നോക്കാം. printf percentages str1. സോ നമുക്കിവിടെ കിട്ടിയ ആൻസർ ഹലോ എന്നാണ്. ഹലോ എന്ന് ക്യാപിറ്റലിൽ നമ്മളെങ്ങനെയാണ് സ്റ്റോർ ചെയ്തത് അതുപോലെയാണ് കിട്ടിയത്. ഞാൻ strlower എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ അപ്ലൈ ചെയ്യുകയാണ്. സോ ഞാനിവിടെ strlwr ബ്രാക്കറ്റ്. സോ ഞാനിവിടെ strlwr അതിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾ str1 എന്ന് പറയുന്ന ഈ വേരിയബിൾ സ്ട്രിംഗ് വേരിയബിൾ കൊടുത്തു. സോ ഇനി നമുക്ക് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റേഴ്സിലുള്ള ഹലോ ആണ്. ഇത്തരത്തിൽ നമുക്ക് അപ്പർ കേസിൽ നിന്ന് ലോവർ കേസിലോട്ട് മാറ്റുന്നതിന് strlwr എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാം. സോ അടുത്ത ഫംഗ്ഷൻ strupr എന്ന് പറയുന്ന അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഞാനിവിടെ strupr എന്ന് ചേഞ്ച് ചെയ്യുന്നു. ഇവിടെ ഞാൻ ലോവർ കേസിൽ ഹലോ എന്ന് എഴുതുന്നു, സ്മോൾ ലെറ്ററിൽ ഹലോ എന്ന് എഴുതുന്നു. സോ ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ അഥവാ അപ്പർ കേസിലായിരിക്കും നമ്മുടെ റിസൾട്ട് വരുന്നത്. സോ നിങ്ങൾക്കിവിടെ കാണാം ഹലോ എന്ന് അപ്പർ കേസിൽ വന്നത്. സോ അതിന് കാരണം നമ്മളിവിടെ ഉപയോഗിച്ച strupr എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. സോ നമ്മൾ ഫംഗ്ഷൻ ഉപയോഗിച്ച ശേഷം ബ്രാക്കറ്റിനുള്ളിൽ ഏത് വേരിയബിളാണ് അല്ലെങ്കിൽ ഏത് സ്ട്രിംഗ് ആണോ നമുക്ക് മാറ്റേണ്ടത് ആ സ്ട്രിങ്ങിൻ്റെ പേര് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ കൊടുത്ത str1 ആണ്. ആ str1ലാണ് നമ്മളിവിടെ ഹലോ എന്ന് സേവ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് strcat അല്ലെങ്കിൽ strconcatenate എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. സോ ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ നമുക്കിവിടെ s1 s2 എന്ന് പറയുന്ന 2 സ്ട്രിങ്സ് ഉണ്ട്. ഒന്നിൽ നമ്മൾ ഹലോ എന്നും സേവ് ചെയ്തു, ഒന്നിൽ നമ്മൾ വേൾഡ് എന്നും സ്റ്റോർ ചെയ്തിരിക്കുന്നു. സോ നമ്മൾ strcat ഉപയോഗിക്കുകയാണെങ്കിൽ ഈ 2 സ്ട്രിങ്സും നമ്മൾ ഒരുമിച്ച് ഒരൊറ്റ വേർഡായി മാറുന്നതായിരിക്കും ഹലോ വേൾഡ്. സോ ഇങ്ങനെ വ്യത്യസ്ത സ്ട്രിങ്ങുകളെ കമ്പൈൻ ചെയ്യുന്നതിന് നമുക്ക് strcat ഉപയോഗിക്കാം. സോ നമുക്കിവിടെ ഫംഗ്ഷൻ എഴുതാം strcat ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ആദ്യത്തെ വേരിയബിൾ s1, s2 എന്ന് ടൈപ്പ് ചെയ്യുക. സോ ഇപ്പോൾ നമ്മുടെ ഈ 2 വേർഡും ഒറ്റ വേർഡാക്കി മാറ്റിയതിന് ശേഷം s1 എന്ന് പറയുന്ന ഈ വേരിയബിൾ ഇപ്പോൾ ഫംഗ്ഷൻ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. %s ലൈൻ ബ്രേക്ക് s1. സോ ഇനി നമുക്ക് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഒറ്റ വേർഡായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. ഹലോ വേൾഡ് എന്ന് പറയുന്നത് ഇത് വ്യത്യസ്ത വേരിയബിളുകളിലായിരുന്നു. സോ ഹലോ എന്നും വേൾഡ് എന്നും പറയുന്ന വ്യത്യസ്ത 2 സ്ട്രിങ്ങുകളായിരുന്നു. അവ നമ്മൾ strcat എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച്
നമ്മൾ ജോയിൻ ചെയ്തു. സോ അത് നമ്മൾ S1 സേവ് ചെയ്തു. സോ നമ്മൾ ഏത് വേരിയബിളാണോ ആദ്യം കൊടുക്കുന്നത് ഫംഗ്ഷൻ്റെ, ആ വേരിയബിളിലോട്ടായിരിക്കും അടുത്ത വരുന്ന വേരിയബിളിലെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. സോ നമ്മൾ S1 ആണ് ആദ്യം കൊടുത്തത്, അതുകൊണ്ട് ഹലോ എന്നതിലോട്ട് വേൾഡിനെ ആഡ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ഫംഗ്ഷനാണ് strcpy എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ ഇത് strcopy എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വേരിയബിളിലെ സ്ട്രിങ്ങിനെ മറ്റൊരു വേരിയബിളിലോട്ട് കോപ്പി ചെയ്യുന്നതിന് നമ്മളത് ഉപയോഗിക്കുന്നു. സോ ഫോർ എക്സാമ്പിൾ നമ്മുടെ S1 നമ്മൾ ഹലോ എന്നും S2 നമ്മൾ വേൾഡ് എന്നും സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് S2 വേൾഡ് S1 കോപ്പി ചെയ്യുന്നതിന് strcpy എന്ന് എഴുതിയതിന് ശേഷം ബ്രാക്കറ്റിനുള്ളിൽ ആദ്യത്തെ വേരിയബിളായ S1, രണ്ടാമത്തെ വേരിയബിളായ S2. സോ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ S2 സ്ട്രിങ് നമ്മൾ S1 കോപ്പി ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി S1 പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി S1 പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് വരേണ്ടത് ഹലോ എന്നാണ്. പക്ഷേ നമ്മളിവിടെ strcpy ഫംഗ്ഷൻ ഉപയോഗിച്ച് ഈ S2 സ്ട്രിങ് നമ്മൾ S1 കോപ്പി ചെയ്തു. സോ ആദ്യം കൊടുക്കുന്ന വേരിയബിളിലോട്ട് രണ്ടാമത് കൊടുക്കുന്ന വേരിയബിളിലെ സ്ട്രിങ് കോപ്പി ആവുന്നതാണ്. സോ നമുക്കിനി പ്രിൻ്റ് ചെയ്താൽ നമുക്ക് വേൾഡ് എന്നാണ് കിട്ടേണ്ടത്. സോ നമുക്ക് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്കിവിടെ കാണാം, നമ്മൾ S1 പ്രിൻ്റ് ചെയ്തപ്പോൾ നമുക്ക് വേൾഡ് എന്നാണ് കിട്ടിയത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഡിഫൈൻ ചെയ്തത് S1 ഹലോ എന്നാണ്. പക്ഷേ നമ്മൾ അത് strcpy ഉപയോഗിച്ച് S2 നിന്ന് S1 കോപ്പി ചെയ്തു. പിന്നെ നമ്മൾ S1 പ്രിൻ്റ് ചെയ്തപ്പോൾ നമുക്ക് വേൾഡ് എന്ന് പറയുന്ന സ്ട്രിങ് ആണ് ലഭിച്ചത്. ഇങ്ങനെ ഒരു വേരിയബിളിൽ നിന്നും മറ്റൊരു വേരിയബിളിലോട്ട് സ്ട്രിങ്സ് കോപ്പി ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് strcpy എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് strcmp എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. സോ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് രണ്ട് സ്ട്രിങ്ങുകൾ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. രണ്ട് സ്ട്രിങ്ങുകളും ഒരുപോലെയുള്ള സ്ട്രിങ്ങുകളാണെങ്കിൽ ഇത് 0 എന്ന് പറയുന്ന ഒരു റിസൾട്ട് നമുക്ക് തരുന്നു. അല്ലെങ്കിൽ ഇത് മറ്റു നമ്പറുകൾ മൈനസോ പ്ലസോ ആയ മറ്റു നമ്പറുകൾ നമുക്ക് തരുന്നു. സോ നമുക്കിവിടെ 3 സ്ട്രിങ്സ് ഉണ്ട്, S1, S2, S3 എന്ന് പറയുന്ന. സോ ഇതിൽ S1 ഉം S3 ഒരുപോലെയുള്ള സ്ട്രിങ്ങുകളാണ്, അതായത് ഹലോ എന്ന് പറയുന്ന സ്ട്രിങ് ആണ്. S2 എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള വേൾഡ് എന്ന് പറയുന്ന സ്ട്രിങ് ആണ്. സോ നമ്മൾ ആദ്യം S1, S2 കമ്പയർ ചെയ്ത് നോക്കാം. സോ അതിന് strcmp എന്ന് എഴുതിയതിന് ശേഷം S1, S2 എന്ന് എഴുതുന്നു. സോ S1 ഉം S2 ഒരുപോലെയുള്ള സ്ട്രിങ് അല്ല എന്ന് നമുക്കറിയാം. സോ നമുക്ക് ലഭിക്കേണ്ടത് പ്ലസോ മൈനസോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്പറാണ്. സോ നമുക്കിവിടെ നമ്പർ ആയതുകൊണ്ട് തന്നെ ഇതൊരു comp എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. സോ ഇത് വ്യത്യസ്ത സ്ട്രിങ്ങുകളാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലസോ മൈനസോ നമ്പേഴ്സ് നമ്മുടെ comp എന്ന് പറയുന്ന ഈ വേരിയബിൾ സ്റ്റോർ ചെയ്യും. ഇത് ഒരേ സ്ട്രിങ് ആണെങ്കിൽ ഇത് 0 എന്ന് പറയുന്ന വാല്യൂ ഇതിൽ സ്റ്റോർ ചെയ്യും. സോ നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്ലേസ് ഹോൾഡർ സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് -1 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. അതിനർത്ഥം ഈ -1 കിട്ടിയത് കൊണ്ട് തന്നെ അതിനർത്ഥം ഈ രണ്ട് സ്ട്രിങ്സും ഒരുപോലെയല്ല എന്നതാണ് അതിനർത്ഥം. സോ നമ്മൾ ഇനി S1 ഉം S3 ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. S1 ഉം S3 ഒരേ സ്ട്രിങ് ആണ്, ഹലോ എന്ന് പറയുന്ന സ്ട്രിങ് ആണ്. സോ നമുക്ക് 0 എന്നൊരു റിസൾട്ട് ഇവിടെ ലഭിക്കണം. സോ നമുക്ക് ഇനി ഇത് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം 0 എന്ന് ലഭിക്കുന്നു. strcmp ഉപയോഗിക്കുമ്പോൾ ഒരേ സ്ട്രിങ് ആണെങ്കിൽ നമുക്ക് 0 എന്ന് പറയുന്ന റിസൾട്ട് വരും. ഒരേ സ്ട്രിങ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രിങ്ങിനനുസരിച്ച് മൈനസോ അല്ലെങ്കിൽ പോസിറ്റീവോ വാല്യൂ വരുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് str റിവേഴ്സ് എന്ന് പറയുന്നൊരു സ്ട്രിങ് ഫംഗ്ഷനാണ്. അത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സ്ട്രിങ് കൊടുത്തിട്ടുള്ള സ്ട്രിങ്ങിനെ ഓർഡർ റിവേഴ്സായി നമുക്ക് പ്രിൻ്റ് ചെയ്യുന്നതിനാണ്. സോ നമ്മളിപ്പോൾ ഹലോ എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ OLLEH എന്നായിരിക്കും. സ്ട്രിങ് റിവേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് ഔട്ട് ലഭിക്കുക. സോ നമുക്ക് ആദ്യമായി നമ്മളിവിടെ ഹലോ എന്ന് S1 സ്റ്റോർ ചെയ്തു. ഇത് നോർമൽ എങ്ങനെ പ്രിൻ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. സോ നിങ്ങൾക്കിവിടെ കാണാം നമുക്കിവിടെ ഹലോ എന്ന് പ്രിൻ്റ് ആയത്. ഒരു ലൈൻ ബ്രേക്ക് കൊടുക്കാം. സോ ഞാനിവിടെ str റിവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുകയാണ്. ബ്രാക്കറ്റിനുള്ളിൽ S1 എന്ന് കൊടുക്കുന്നു. സോ ഇപ്പോൾ നമ്മുടെ ഈ ഹലോ എന്ന് പറയുന്നത് റിവേഴ്സ് ആയി കഴിഞ്ഞു, ഓർഡർ റിവേഴ്സ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്കിവിടെ കാണാം റിസൾട്ട് OLLEH എന്ന്. സോ ഇത്തരത്തിൽ നമ്മുടെ സ്ട്രിങ്സുകളെ റിവേഴ്സ് ഓർഡറിൽ പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് strrev എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം.